ചാലക്കുടി വൈശ്ശേരിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മോഹനന് നാടിന്റെ കണ്ണീരോടെയുള്ള യാത്രാമൊഴി. കാട്ടാന ശല്യം നേരിടുന്ന മേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ അന്ത്യയാത്രയായത്. മൃതദേഹം ഞായറാഴ്ച കണ്ണംകുഴി ശ്മശാനത്തിൽ സംസ്കരിച്ചു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വൈശ്ശേരി പുല്ലാർക്കാട്ട് വീട്ടിൽ മോഹനന്റെ മൃതദേഹം ഞായറാഴ്ച കണ്ണംകുഴി ശ്മശാനത്തിൽ സംസ്കരിച്ചു. രാവിലെ 11 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ച ശേഷം വൈകിട്ട് 3 മണിയോടെ വീട്ടിൽ നിന്ന് വിലാപയാത്രയെ കൊണ്ടുപോയ മൃതദേഹം 4:30ഓടെയാണ് സംസ്കരിച്ചത്. ശനിയാഴ്ച രാത്രി വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയെ ഓടിച്ചു വിടുന്നതിനിടെയാണ് മോഹനൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് എവിടെയെങ്കിലും കാട്ടാന ഇറങ്ങിയാൽ ആദ്യം ഓടിയെത്തുന്ന വ്യക്തിയായിരുന്നു മോഹനൻ. പാതിരാത്രിയായാലും ഒരു ഫോൺ വിളി ലഭിച്ചാൽ നാട്ടുകാർക്കൊപ്പം നിന്ന് കാട്ടാനയെ കാട്ടിലേക്ക് തിരിച്ചോടിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കനത്ത നാശം വിതച്ചിരുന്ന കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു മോഹനൻ. ശനിയാഴ്ച അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലും പിന്നീട് വീട്ടുപറമ്പിലും കാട്ടാന എത്തിയിരുന്നു. നാട്ടുകാർക്കൊപ്പം പന്തം കൊളുത്തിയും ഒച്ചവെച്ചും കാട്ടാനയെ ഓടിച്ചു വിടുന്നതിനിടെ വനത്തിലേക്ക് നീങ്ങിയ ആന പെട്ടെന്ന് തിരിഞ്ഞെത്തുകയായിരുന്നു. ഭയന്ന് ഓടുന്നതിനിടെ കോൺക്രീറ്റ് റോഡിൽ കാലിടറി വീണ മോഹനനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയും പിന്നീട് നെഞ്ചിൽ ചവിട്ടുകയുമായിരുന്നു. കാട്ടാന ഭീഷണി നേരിടുന്ന മേഖലയിലെ ജനങ്ങൾക്ക് എന്നും താങ്ങും ധൈര്യവുമായിരുന്ന മോഹനന്റെ വേർപാട് നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിരിക്കുന്നു. മീഡിയ ടൈം, ചാലക്കുടി.